നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസിൽ ഇ.ഡി. കഴിഞ്ഞ ദിവസം കുറ്റപത്രം നൽകി. കുറ്റമില്ലാത്ത കുറ്റപത്രം. കൂട്ടിലടച്ച തത്ത യജമാനു വേണ്ടി എഴുതിയ കുറ്റപത്രമാണോ ഇ.ഡി. നൽകിയിരിക്കുന്നത്? പവർ പോയിന്റ് പരിശോധിക്കുന്നു. ഈ വിഷയത്തിൽ കെ.എസ്.യു. മീഡിയ സെൽ കൺവീനർ ശ്രീ തൗഫീഖ് രാജൻ, ബി.ജെ.പി. നേതാവ് ശ്രീ നന്ദു, എൽ.ഡി.എഫ്. നേതാവ് ശ്രീ എം ബഷറുള്ള എന്നിവർ പവർ പോയിന്റിനൊപ്പം ചേരുന്നു. സ്വാഗതം. തൗഫീഖ്, ഇവിടെ ഇപ്പോൾ ഈ കൊടകര നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയം മുതൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അന്ന് ഈ കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കേരള പോലീസ് അന്വേഷിച്ചു. പിന്നീടാണ് ആ അന്വേഷണം ഇ.ഡിയിലേക്ക് പോകുന്നത്. ഇ.ഡി. കഴിഞ്ഞ ദിവസം കോടതിയിലൊരു കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം കണ്ടപ്പോൾ പലരും ഒന്ന് നെറ്റി ചുളിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ കുറ്റപത്രത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു പുലബന്ധമില്ലാത്ത തരത്തിലുള്ളൊരു കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം അടക്കമുള്ളവർ, പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത് ഈ ഇ.ഡിയുടെ വിശ്വാസ്യതയെക്കുറിച്ചും നിഷ്പക്ഷതയെക്കുറിച്ചും ഒക്കെയാണ്. എന്തുകൊണ്ട് ബി.ജെ.പിയെ തൊടാതെയുള്ളൊരു കുറ്റപത്രം അവിടെ വന്നു, അല്ലെങ്കിൽ ഒരു പരാമർശം പോലും ഇല്ലാതെ ആ കുറ്റപത്രം അവിടെ വന്നു എന്നുള്ള ചോദ്യം വളരെ സജീവമായി ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിലെ സാക്ഷികളും അതുപോലെ തന്നെ ഈ മൊഴി കൊടുത്ത ബി.ജെ.പിയുടെ മുൻ ഭാരവാഹി തിരൂർ സതീഷും അടക്കമുള്ള നിരവധി പേർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഒന്ന് സ്പർശിക്കാതെയാണ് ആ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിമർശനത്തിന് പ്രധാന കാരണമായി മാറുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു കുറ്റപത്രത്തെ എങ്ങനെയാണ് തൗഫീഖ് വിലയിരുത്തുന്നത്? ആദ്യം തന്നെ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു CPM BJP സഖ്യം, ഒരു CJP സഖ്യം രൂപപ്പെട്ടു. അത് ഇപ്പോഴും കൂടുതൽ കരുത്തോടെ, കൂടുതൽ ശക്തമായ ബന്ധത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്ന് വേണം നാം ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി നമുക്കറിയാം, ഈ 41,40,00,000 രൂപയുടെ കള്ളപ്പണം, അത് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതും, അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുവന്നതെന്നും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇത് മനസ്സിലാവുകയാണ്. ആ പോലീസിൻ്റെ അന്വേഷണത്തിൽ ആ കുറ്റപത്രത്തിൽ പ്രധാനമായിട്ടും ആ FIR എടുത്ത് പരിശോധിച്ചാൽ പ്രധാനമായിട്ടും പറയുന്നത്, ഈ ധർമ്മരാജൻ എന്ന് പറയുന്ന ആൾ, അതായത് BJPയുടെ ഹവാല ഇടപാടുകാരനാണ്. പണം നഷ്ടപ്പെട്ട ഉടൻ ധർമ്മരാജൻ വിളിച്ചത് ആരെയാണ് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമായി മാറുകയാണ്. ധർമ്മരാജൻ്റെ ആദ്യത്തെ ഫോൺ കോൾ ചെന്നത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രനാണ്. മറ്റൊരാൾ സംഘടനാ സെക്രട്ടറിയായ M. ഗണേശനെതിരെയാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം, ഇവിടെ എന്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED അവരുടെ വിശ്വാസ്യത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കൊടകര കുഴൽപ്പണ കേസ്, അത് ED എത്രത്തോളം നിഷ്പക്ഷത പാലിച്ചു എന്നുള്ളത് ഏറ്റവും ശക്തമായിട്ടുള്ള ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഘടകമുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിരൂർ സതീഷിൻ്റെ മൊഴി ഉണ്ട്. തിരൂർ സതീഷിൻ്റെ മൊഴി ലഭിക്കുന്നത് മുമ്പ് തന്നെ പോലീസിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇതിൽ ഇത്തരത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ബന്ധം, സംഘടനാ സെക്രട്ടറിയുടെ ബന്ധം, ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും പരാമർശിക്കാതെയാണ് ഇപ്പോൾ കുറ്റപത്രം EDയുടെ ക്ലീൻ ചീറ്റ് BJP നേതാക്കൾക്ക് നൽകിയിരിക്കുന്നതെന്നുള്ള ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ EDയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തേണ്ട കാര്യം, ഞാൻ ഈ ചർച്ചയുമായി വരുന്നതിന് മുമ്പായി EDയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു. അതിൽ ഏറ്റവും പുവർ ട്രേസ് റെക്കോർഡുള്ള, ഏറ്റവും കൺവിക്ഷൻ റേറ്റ് കുറവുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ്, ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ EDയുടെ വിശ്വാസ്യത വലിയ രീതിയിൽ എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഈ കേന്ദ്ര സർക്കാർ എന്തിനാണ് ED ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഇതിപ്പോൾ BJP പ്രതിനിധിക്ക് പോലും അത് നിഷേധിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ കുറേ കാലമായി 95% കേസുകളും എടുത്തിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കെതിരെയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ്. ഈ 2015 മുതൽ 25 വരെ
2015 മുതൽ 2025 ഫെബ്രുവരി വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ മോദി ഭരണത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എടുത്തിട്ടുള്ളത് 193 കേസുകളാണ്. അതിൽ തെളിയിക്കപ്പെട്ടത് 2% കേസുകൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതുപോലെ തന്നെ ഈ 193 കേസുകളിൽ 95 എടുത്തിരിക്കുന്നത് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ്. അതാണ് പറഞ്ഞത്, അതിൽ 1% മാത്രമാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരെയുള്ള കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞതല്ല, കേന്ദ്ര ധനകാര്യമന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. നോട്ട് നിരോധനം കൊണ്ടുവന്ന ഒരു രാജ്യത്ത് BJPയുടെ ഒരു സ്വയം സേവകൻ കാറിൽ രഹസ്യ അറ ഉണ്ടാക്കിയിട്ട് അത് കൊട്ടാരം വാങ്ങിക്കാൻ കൊണ്ടുപോയി എന്ന് പറയുന്നതിലുള്ള പ്രസക്തി, ആ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വലിയ ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരുന്ന പണം എന്തുകൊണ്ട് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ BJP നേതാക്കൾക്ക് വിതരണം ചെയ്തു? ഞാൻ ആ മൊഴി കൃത്യമായിട്ട് അന്നത്തെ വാർത്തകളും അടക്കം പരിശോധിച്ച ശേഷമാണ് പറയുന്നത്. ഈ വിതരണം ചെയ്തു എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ധർമ്മരാജനാണ്. ആ ധർമ്മരാജനെ എതിരെ എന്തുകൊണ്ട് അന്ന് 164 മൊഴി അടക്കം എടുത്ത് പരിശോധിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2021 മാർച്ച് 1-ാം തീയതി മുതൽ 2021 ഏപ്രിൽ 5-ാം തീയതി ഇടയ്ക്കുള്ള 24 ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഇതിനിടയിൽ നടന്ന സംഭവങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കേരള പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ടുകളായി ഈ കേരള പോലീസിന്റെ പക്കലുണ്ട്. ഇതൊന്നും ഇത് കേരള പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ കേരള പോലീസ് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മൗനാനുവാദം നൽകി കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരസ്പര ഡീൽ ഇവിടെ നടക്കുന്നു. CPM-ഉം BJP-യുമായി ഒരു ഡീല് നടക്കുന്നു. ആ ഡീലിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പോകുന്നു. ഇവിടെ ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ സംബന്ധിച്ച് നമുക്ക് നിരവധി അന്വേഷണ ഏജൻസികളുണ്ടല്ലോ. ഈ അന്വേഷണ ഏജൻസികളൊക്കെ ഇപ്പോൾ പറയുന്നത് കൂട്ടിലട തത്ത എന്നാണ്. ആ തത്ത യജമാനൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും, അല്ലെങ്കിൽ പറയും. അങ്ങനെ പറഞ്ഞ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ EDയുടെ രൂപത്തിൽ ഈ ഒരു വിഷയത്തിൽ ഈ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തു പറയും? അല്ല, ഇതിനകത്ത് ആദ്യം തന്നെ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഒരുപാട് വസ്തുതകൾക്ക് പിഴവുണ്ട്. അതായത് ഇതൊരിക്കലും ഒരു കൊടകര കുഴൽപ്പണ കേസല്ല, കൊടകര കവർച്ചാ കേസാണ്. അതായത് ധർമ്മരാജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരു 20-21 പേര് ചേരുന്ന ഒരു സംഘം കുറച്ചധികം തുക കവർച്ച ചെയ്യപ്പെട്ടു. ആ കേസ് സ്വാഭാവികമായിട്ടും കേരള പോലീസാണ് അന്വേഷിച്ചത്. ആ സമയത്ത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനൊരു പ്രശ്നം വരുന്നു, സ്വാഭാവികമായി കേസ് അന്വേഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ നേരത്തെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷൻ്റെയും പലരുടെയും പേര് പറഞ്ഞു, ഞാൻ ഇനി എല്ലാവരുടെയും പേര് ഞാൻ ആവർത്തിക്കുന്നില്ല, പലരുടെയും പേര് പറഞ്ഞു. ഇവരാരും നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയില്ല. പോലീസ് വിളിച്ച എല്ലാ എൻക്വയറിക്കും അവർ പൂർണ്ണമായി സജ്ജരായിരുന്നു. അവർ വിളിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി. അവർ ഫോണ് ഇത് ചെയ്യാൻ വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷൻ്റെ ഫോൺ, പാർട്ടിയുടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ അധ്യക്ഷൻ്റെ ഫോൺ അടക്കം പോലീസ് എന്തൊക്കെ ആവശ്യത്തിന് ചോദിച്ചു അതിനെല്ലാം കൊടുക്കേണ്ടി വന്നതല്ല. ഒരു തരത്തിലുള്ള പ്രത്യാഘാതം EDക്കെതിരെയോ പോലീസിനെതിരെയോ അല്ലെങ്കിൽ CPM മനഃപൂർവ്വം ഇത് ചെയ്യുന്നു എന്നുള്ള ഒന്നും പറഞ്ഞില്ലല്ലോ. അന്വേഷണം ഏതറ്റം വരെ വേണോ പോയിക്കോട്ടെ, ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അതിന് സഹകരിക്കാൻ തയ്യാർ. ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയും പോലെ ആരെങ്കിലും ഒരു കേസ് ഇട്ടാൽ ഉടനെ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഞങ്ങൾ വരില്ല, എനിക്ക് അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നു അതുകൊണ്ട് മുൻകൂർ ജാമ്യം, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നിനും പോയില്ല. എല്ലാ കാര്യത്തിനും കൃത്യമായി സഹകരിച്ച ഒരു മാതൃക കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ മറയ്ക്കാനുള്ള ഒരു കാര്യവും ഇതിനകത്തില്ല. ധർമ്മരാജനെ സംബന്ധിച്ച് ധർമ്മരാജൻ സംഘടനാ പ്രവർത്തനത്തിലോ സംഘടനയുടെ ഏതെങ്കിലും ശ്രേണിയിലോ പ്രവർത്തിക്കുന്നയാളല്ല. അദ്ദേഹത്തിന് BJP-യുമായി ബന്ധമുണ്ട്. അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിലുള്ള പല ആൾക്കാരും BJP-യുമായി ബന്ധമുള്ള ആൾക്കാരാണ്. ഞാൻ സംസ്ഥാന പ്രസിഡന്റിന് ഒരാളുടെ അടുത്ത് ബന്ധം ഉണ്ടാവാൻ പാടില്ല, അല്ല ഞാൻ പറഞ്ഞത് സംസ്ഥാന പ്രസിഡന്റിന് ഒരാളുടെ അടുത്ത് ബന്ധം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. നമ്മളെ അങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് ചോദിക്കേണ്ടി. അപ്പോൾ ആ ചോദ്യത്തിനെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അതുപോലെ പിണറായി വിജയന്റെ കാര്യത്തിലും ചോദിക്കേണ്ടി വരും. അതിനെല്ലാം നിങ്ങൾ മറുപടി, കാരണം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ടാവും.
രാജൻ, ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് ആ നിമിഷം തന്നെ വിളിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെയാണ്. അല്ല, അദ്ദേഹത്തിന് അടുത്ത വ്യക്തിപരമായ ബന്ധം. ഇപ്പം എനിക്ക് ഇപ്പോൾ വേറൊരു ജില്ലയിൽ വെച്ച് അത്യാവശ്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി, ഒരു അപകടം ഉണ്ടായി, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ ഏറ്റവും അടുത്ത് വിളിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അത് CPM കാരനാണോ കോൺഗ്രസ് കാരനാണോ BJP കാരനാണോ നോക്കിയിട്ടല്ല. എനിക്ക് ഏറ്റവും പെട്ടെന്ന് എൻ്റെ പ്രശ്നം കൺവേ ചെയ്യാൻ പറ്റുന്ന ആളിനെ ഞാൻ വിളിച്ച് സംസാരിക്കും. അതുകൊണ്ട് മാത്രം ഈ കേസിൽ അദ്ദേഹം പ്രതിയാവണം, അതുകൊണ്ട് മാത്രം ഇത് BJPയുടെ പണമാകണം എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യം. എനിക്ക് മാധ്യമങ്ങളുടെ മുൻപിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 100 എക്സാമ്പിൾ പറഞ്ഞു തരാം. അല്ല, അപ്പോൾ ഈ തിരൂർ സതീഷിന്റെ മൊഴിയോ? തിരൂർ സതീഷ് BJPയുടെ ഒരു ഓഫീസ് കാര്യങ്ങൾ കൃത്യമായി താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത് ഈ പാർട്ടീനെ പറ്റി? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? തിരൂർ സതീഷിനെ പോലെ അല്ലപ്പോൾ തിരൂർ സതീഷിന്റെ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കുന്നില്ല, ഒരു സഹപ്രവർത്തകനായിരുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ വലിച്ചഴിക്കാനൊന്നും ഉപയോഗിക്കും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു ഓഫീസ് സെക്രട്ടറി ആണോ BJPയുടെ ഒതന്റിക് ആയിട്ടുള്ള ഒരു നിലപാട് പറയുന്നയാൾ? ആണോ? ഒരു ഓഫീസ് സെക്രട്ടറിക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടായെന്നുണ്ടോ? അല്ല, ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള കൃത്യമായി അദ്ദേഹം ഓരോ എവിടെയൊക്കെ പണം എങ്ങനെയൊക്കെ പോയി എന്ന് കൃത്യമായി കാര്യങ്ങൾ അദ്ദേഹം ഈ തത്ത പറയുന്നതാണൊക്കെ പറഞ്ഞു. പറയുന്ന പോലെ ഈ തിരൂർ സതീഷിന് പറയാൻ സാധിച്ചത് എങ്ങനെയാണ് എനിക്കറിയില്ല. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ കാര്യം അറിയുന്നത്. ഞാനൊരു കാര്യം, തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ വന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൊഴി വേണമെങ്കിൽ നമുക്ക് മുഖവിലേക്ക് എടുക്കാം. കാരണം അദ്ദേഹം തൃശ്ശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്നല്ലോ, നമുക്ക് വേണമെങ്കിൽ അതിനെ മുഖവിലേക്ക് എടുക്കാം. എന്നാൽ പോലും അദ്ദേഹം പറയുന്ന മൊഴി അനുസരിച്ചിട്ടാണെങ്കിൽ, അദ്ദേഹം പറയുന്ന നിലപാടനുസരിച്ചിട്ടാണെങ്കിൽ പോലീസ് പറയുന്നത് അദ്ദേഹം പറയുന്നത് തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് 6 കോടിയും 3 ചാക്കുമാണെങ്കിൽ അദ്ദേഹം പറയുന്നത് 9 കോടിയും 6 ചാക്കുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. തിരൂർ സതീഷിന്റെ വിശ്വാസ്യത എന്താണെന്നൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. പോലീസ് എഴുതിയ ഒരു തിരക്കഥ, ആ തിരക്കഥയ്ക്ക് മസാല പുരട്ടി കൊടുത്ത പണിയാണ് തിരൂർ സതീഷ് എടുത്തത്. തിരൂർ സതീഷ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് തിരൂർ സതീഷിനെ പോലെ ഈ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ മണ്ടന്മാരാണെന്നാണ് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് ആ വിചാരമില്ല. കാരണം ഒരു ജില്ലാ ഓഫീസ് സെക്രട്ടറിക്ക് ഏത് പരിധിവരെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് കൃത്യമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 10-16 വർഷമായിട്ട് ഈ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന പരിചയമുണ്ട്. എനിക്കറിയാം ഒരു ഓഫീസ് സെക്രട്ടറിക്ക് എത്ര കാര്യങ്ങൾ അറിയാൻ സാധിക്കും, ഒരു ജില്ലാ പ്രസിഡന്റ് എത്ര കാര്യങ്ങൾ അറിയാൻ സാധിക്കും, ഒരു സംസ്ഥാന അധ്യക്ഷൻ എത്ര കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഈ നാട്ടിലെ പൊതുസമൂഹത്തിനുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് ഏജൻസി വേണോ നിങ്ങൾ എടുത്തോളൂ, ഏത് ഏജൻസിയെ കുറിച്ച് വേണോ ചർച്ച ചെയ്തോളൂ. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഈ കേസ് തെളിയിക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ടാണ് CPM ഭരിക്കുമ്പോൾ CPMന്റെ പിണറായി താങ്കൾക്ക് പറയാൻ സമയം അതാണ് തൗഫീഖ് പറഞ്ഞ അന്തർധാര. ഞാൻ പറയാം, അന്തർധാരയിലേക്ക് തന്നെ വരാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ പറയുന്ന കേരള പോലീസ് അന്വേഷിച്ചിട്ട്, കേരള പോലീസ് ഇടതും വലതും നിന്ന് അന്വേഷിച്ച് സുരേന്ദ്രൻ്റെ മകനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, സുരേന്ദ്രൻ്റെ വീട്ടിലെ പാചകക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെരുപ്പിട്ടിരുന്നപ്പോൾ ചെരുപ്പെടുത്തോണ്ട് പോയവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നാട്ടിലെ മുഴുവൻ ആൾക്കാരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു ലീഡിങ് എവിഡൻസ് ഇല്ല, ഒരു ലീഡിങ് എവിഡൻസ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ തെരഞ്ഞെടുപ്പിനും ഒരു 6 മാസം മുൻപ് കോൺഗ്രസും CPM-ഉം കൂടി ഈ പരിപാടി കൊണ്ടുവരും. എങ്ങനെ? കൊടകര കുഴപ്പണം. ഇപ്പം നിങ്ങൾ ഈ കേസ് കോൺഗ്രസും CPM-ഉം കൂടി പൊക്കിക്കൊണ്ട് വന്നതിൻ്റെ പിന്നിൽ ആശ മരുതു അവിടെ സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ കുറേ നാളുകളായിട്ട് സമരം ചെയ്ത് അവിടെ വിശന്ന് കിടപ്പുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒന്നും ഈ കഥകൾ പോലും അറിയുന്ന ആൾക്കാരല്ല. നിങ്ങൾക്ക് കാര്യം അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി, ആ കഥയ്ക്ക് പുറത്ത് നിങ്ങളൊരു അജണ്ടയുണ്ടാക്കി, ആ അജണ്ടയ്ക്ക് പുറത്ത് നിങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടാക്കി, ആ രാഷ്ട്രീയം നിങ്ങൾ ഇവിടെ സെല്ല് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നു. ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇന്നലെയോ മെനഞ്ഞാന്നോ ഞാൻ തിരുവഞ്ചൂരിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ നശിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അത് CPM നശിക്കരുത് എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഞങ്ങളാണ്. അത് അവർക്കറിയില്ല. കാരണം അവരുടെ ഒരു ഫ്രണ്ട്ലി ഓർഗനൈസേഷനാണ് ഞങ്ങളെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പഴയ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, കോൺഗ്രസിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവ് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്താണ്? 1. 2, ഇന്ത്യയിൽ BJP തകർത്ത് തരിപ്പണമാക്കിയ ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങൾ ആദ്യം ഇൻവൈറ്റ് ചെയ്തത് കോൺഗ്രസിൻ്റെ നാഷണൽ ലീഡർഷിപ്പും സ്റ്റേറ്റ് ലീഡർഷിപ്പും ആദ്യം ഇൻവൈറ്റ് ചെയ്ത ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഈ കുറ്റപത്രം കണ്ടപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? ഇവിടെ ഇപ്പോൾ 2 കാര്യങ്ങൾക്ക് താങ്കളുടെ ഒരു മറുപടി പ്രതീക്ഷിക്കും. ഒന്ന്, ഈ കേരള പോലീസ് ഈ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി നേരെ ED-യുടെ കയ്യിൽ കൊണ്ടുവച്ചു കൊടുത്തു. ED അത് വളരെ സമർത്ഥമായി ഈ തരത്തിൽ വളച്ചൊടിച്ച് ഒരു കുറ്റമില്ലാത്തൊരു കുറ്റപത്രമാക്കി BJPയെ തൊടാതെ തലോടാതെ അതിമനോഹരമായൊരു കുറ്റപത്രം തലോടി ഇങ്ങനെ തലോടി നല്ലൊരു കുറ്റപത്രം കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ ED എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ കോമഡി ഏജൻസിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്.
രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതാക്കളെയും അതിൻ്റെ കൂട്ടാളികളെയും അവരനുകൂലിക്കുന്ന ചില അനധികൃത കച്ചവട സംവിധാനങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു ഏജൻസിയായി ED മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന ചില വിവരങ്ങൾ, അതിൽ EDയുടെ പങ്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. ചില കച്ചവട സ്ഥാപനങ്ങളിലേക്ക്, ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് EDയുടെ എൻക്വയറി ഉണ്ടാവുക, ഒരു സുപ്രഭാതത്തിൽ ഈ എൻക്വയറി ഇല്ലാതാവുക. നമ്മളുടെ ഈ രേഖകൾ പുറത്തു വന്നപ്പോൾ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള കമ്പനികളെ പരിശോധിക്കുമ്പോൾ ED ഒരു തവണ കയറിയ സ്ഥാപനങ്ങളൊക്കെ BJPയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയിട്ടുണ്ട് എന്ന കോടിക്കണക്കിന് രൂപ BJPയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകുന്നതിൽ ED വഹിച്ച പങ്ക് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. ആ രേഖകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ EDയുടെ വിശ്വാസ്യത, നമ്മളതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അതിൽ നേരത്തെ KSUവിൻ്റെ പിന്നെ മീഡിയ സെല്ലിൻ്റെ തൗഫീഖ് ഇവിടെ പറഞ്ഞത് CPMുമായി ഒരു അന്തർധാര BJPക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഈ കുടകര കുഴൽപ്പണ കേസിലുണ്ട് എന്നുള്ളതാണ്. എന്താ ഈ കേസ് യഥാർത്ഥത്തിൽ? 2021 ഏപ്രിൽ മാസം 3-ാം തീയതി രാവിലെ 4:30 മണിക്ക് ഹൈവേയിലുണ്ടായ ഒരു കവർച്ച. അന്ന് 3-ാം തീയതി 4:30 മണിക്കുണ്ടാകുന്ന കേസിൽ അന്ന് പരാതിയില്ല. രണ്ടാമത്തെ ദിവസവും പരാതിയില്ല. ഏപ്രിൽ മാസം 7-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ ഈ ധർമ്മരാജൻ ഒരു പരാതി നൽകുന്നു. 25 ലക്ഷം രൂപ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഡ്രൈവർ ഷബീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നു. ഷബീർ കൊണ്ടുവന്ന വാഹനത്തിൽ 25 ലക്ഷം രൂപ 3 വാഹനങ്ങളിലെത്തിയ കവർച്ചാ സംഘം കവർന്നു എന്നാണ് കേസ്. ഈ കേസ് കേരളത്തിൻ്റെ പോലീസ് എങ്ങനെ അന്വേഷിച്ചേ? ഈ അന്വേഷണത്തിൻ്റെ കൃത്യമായ വിവരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ 3.5 കോടി രൂപയാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് തെളിയുന്നു. 3.5 കോടി രൂപ. അതിൽ 1,58 ലക്ഷം രൂപ ക്യാഷായി കവർച്ചാ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. സ്വർണം, മൊബൈൽ ഫോണുകൾ, വാച്ച്, ഇത് മുഴുവൻ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണം എത്തിപ്പെട്ട് നിന്നത് എവിടെയാണ്? ഈ ധർമ്മരാജനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ധർമ്മരാജനെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഒന്നൊന്നായി അക്കമിട്ട് വിവരങ്ങൾ പുറത്തു വരികയാണ്. 41 കോടി രൂപ, 41 ലക്ഷം രൂപ, 40 കോടിയോ 41 കോടിയോ ലക്ഷം രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നുവെന്നും ഏപ്രിൽ മാസം, ഇതേ മാസം തന്നെ ഏപ്രിൽ മാസം 6-ാം തീയതിയോ 7-ാം തീയതിയോ സേലത്ത് വെച്ച് ഇതേപോലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം 3 കോടിയോ 4 കോടിയോ കവർന്നിട്ടുണ്ട് എന്നും സേലം പോലീസ് സ്റ്റേഷനിൽ അതിൽ FIR ഉണ്ട്. ആ കേസിൽ FIR ഉണ്ട്. ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത വാഹനങ്ങൾ ആർക്കൊക്കെ, നന്ദു എത്ര നിസ്സാരമായാണ് ഈ വിഷയം അവതരിപ്പിച്ചത്, എത്ര വളരെ നിസ്സാരവൽക്കരിച്ചാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. ഒരു കവർച്ചാ കേസ് എന്നാ പറഞ്ഞത്, ഒരു കവർച്ചാ കേസ്. ഈ കവർച്ചാ കേസിൽ BJP നേതാക്കൾക്ക് എന്താ പങ്ക്? BJP യുടെ ആലപ്പുഴ ജില്ലാ ട്രഷറർ, BJPയുടെ ജില്ലാ നേതാക്കൾ മുഴുവൻ പേരുകളും ഞാൻ പറയാൻ തയ്യാറാണ്. ആരുടെയൊക്കെ കയ്യിൽ ഏത് വാഹനത്തിൽ, വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ എത്ര മണിക്ക് പൈസ കൊടുത്തു, 219 സാക്ഷികളുള്ള കേസ്, 19ഓളം BJP നേതാക്കൾ സാക്ഷികളായി മൊഴി കൊടുത്ത കേസ് വളരെ ഭംഗിയായി കേരള പോലീസ് അന്വേഷിച്ചു. എന്താ ഇത് EDയുടെ മുന്നിൽ പോയി? ഇതൊരു അന്തർ സംസ്ഥാന ബന്ധമുള്ള കേസ് 1. 2, ഇതൊരു പണം എന്ന് വെച്ചാൽ കുഴൽപ്പണം അല്ലെങ്കിൽ കള്ളപ്പണം രാജ്യദ്രോഹമാണ് എന്ന് നാടുനീളെ പ്രസംഗിക്കുന്ന BJP നേതാക്കൾ, ആ രാജ്യദ്രോഹത്തിൻ്റെ ഹോൾസെയിൽ കുത്തക അവകാശപ്പെടുന്ന BJP നേതാക്കൾ, ആ രാജ്യത്തിനെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം ഉരുവിട്ടുകൊണ്ട് രാജ്യദ്രോഹം മാത്രം നടത്തുന്ന ഈ വിഭാഗം ആൾക്കാർ നടത്തിയ വലിയ രാജ്യദ്രോഹ പ്രവർത്തനം. നമ്മൾ എങ്ങനെയാണ് ED എന്ന് പറയുന്ന അന്വേഷണ സംവിധാനം ഉണ്ടായത്? എങ്ങനെയാണ്? രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടി വരുന്ന ഫണ്ടിങ്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ഫണ്ടിങ്ങിനെ തടയുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ അന്തർധാര, താങ്കൾ അന്തർധാരയെക്കുറിച്ച് പറഞ്ഞു, ആ ഡീലിനെ കുറിച്ച് പറഞ്ഞു, ഈ പണം എങ്ങനെ പോയി എന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൃത്യമായി വാർത്താ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ പ്രസ്താവനകളിലുമെല്ലാം ഈ EDയുടെ കുറ്റപത്രത്തിന് തൊട്ടു പിന്നാലെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടുപേരും പറയുന്ന അത്തരം അന്തർധാരയൊന്നുമില്ല. പക്ഷേ ED
മോശക്കാരനാണ്, അല്ലെങ്കിൽ കേരള പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടത്തി. പക്ഷേ കേരള പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടത്തിയെങ്കിൽ ഇങ്ങനെ ആയിരുന്നോ ഈ കേസ് ചെന്ന് നിൽക്കേണ്ടത്? ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സമയത്ത് ഇടപെടരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടാഞ്ഞത്. ഈ സത്യത്തിൽ ഈ റിപ്പോർട്ട് ഈ സാമാന്യ ബോധത്തിന്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സാമാന്യ ബോധത്തിന് നിരക്കാത്തൊരു റിപ്പോർട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഇ ഡിയുടെ ജോലി BJP നേതാക്കളെ വെള്ളപൂശുക മാത്രമായി, വൈറ്റ് വാഷുക ചെയ്യുക മാത്രമായി, പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിന് മാത്രമായി അവരുടെ ജോലി അവസാനിക്കുകയാണ്. അതിൽ കൂടുതൽ എന്നിട്ടും ഇ ഡിയെ വിശ്വാസ്യതയാണ്, ഇ ഡിയെ ജനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് എന്നൊന്നും പറയുന്നവരോട് എനിക്ക് കൂടുതലായൊന്നും പറയാനില്ല. അതിനപ്പുറത്തേക്ക് എനിക്ക് CPM പ്രതിനിധിയോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇവിടെ ഒരു തരത്തിലുമുള്ള ഡീല് നടന്നിട്ടില്ല. CPM ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് CPM ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ നടത്തിയത് എന്ന് പറയുമ്പോൾ 1-2 ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണമാണ്. അത് വിവിധ ജില്ലകളിൽ ഇത് നൽകിയിട്ടുണ്ട്, ഇത് ചെലവാക്കിയിട്ടുണ്ട്. ഇത് കേരള പോലീസ് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഈ പോലീസ് കണ്ടെത്തലിനെ CPM പ്രതിനിധിയും ഞാനും ഒക്കെ എൻഡോഴ്സ് ചെയ്യുകയാണല്ലോ. അക്കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ചോദ്യം നമ്പർ 1, ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 അതിൽ സെക്ഷൻ 123 ഉണ്ട്, അദ്ദേഹത്തിന് പരിശോധിക്കാം. അതുപ്രകാരം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ പണം കൊണ്ടുവന്ന് ചെലവഴിക്കുന്നതിനെതിരെ കേരള പോലീസ് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? വളരെ സിമ്പിൾ ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ഇത്തരത്തിൽ പണം കൊണ്ടുവന്ന് ചെലവഴിക്കുന്നതിനെതിരെ കേരള പോലീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 സെക്ഷൻ 123 പ്രകാരം ഏതെങ്കിലും ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിനൊരു മറുപടി വന്നതിന് ശേഷം ഞാൻ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ അന്ന് ഭാരതീയ ന്യായ സംഹിത വന്നിട്ടില്ല, ഇന്ത്യൻ പീനൽ കോഡാണ്. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഈ സെക്ഷൻ 171 ക്ലോസ് B, ക്ലോസ് C, ക്ലോസ് D, ക്ലോസ് F മുതൽ ക്ലോസ് H വരെയുള്ള ആക്റ്റുകളുണ്ട്, സെക്ഷനുകളുണ്ട്, പരിശോധിക്കാം. ഈ സെക്ഷനുകൾ പ്രകാരം ഈ തെരഞ്ഞെടുപ്പിലെ പ്രാക്ടീസിന് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേസെടുക്കാവുന്നതാണ്. അത് സംബന്ധിച്ച് ഒരു കേസും എടുത്തിട്ടില്ല. ഇനി ഒന്നും വേണ്ട, ഇത്തരത്തിൽ കള്ളപ്പണം ഉപയോഗിച്ചത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി കള്ളപ്പണ ഗൂഢാലോചന പരിശോധിക്കാൻ വേണ്ടിയിട്ട് IPC 120B പ്രകാരം കേസെടുക്കാമായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത്തരത്തിലുള്ള കേസുകളൊന്നും തന്നെ എടുത്തില്ല. അപ്പം സുതാര്യമായി അങ്ങ് കേസ് അന്വേഷിച്ചു പോയി. സുതാര്യമായിട്ടാണ് കേരള പോലീസ് കേസ് അന്വേഷിച്ചത്. കേരള പോലീസിന് ഇക്കാര്യത്തിൽ ഒരു പിഴവും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിടത്ത് ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റും കർണാടകയിലെ MLCയുമായിട്ടടക്കം വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഈ പറഞ്ഞ ധർമ്മരാജൻ. BJPയുടെ സ്വയം സേവകനാണ്. അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും മൊഴി മാറ്റാമായിരുന്നു. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും മൊഴി മാറ്റാം. എന്തുകൊണ്ടൊരു 164 സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് എടുത്തില്ല? വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്തുകൊണ്ടൊരു 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ ഈ പോലീസ് തയ്യാറായില്ല? ഏറ്റവും പ്രസക്തമായ ചോദ്യമായിട്ട് അത് അവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ ചെയ്യാമായിരുന്നിട്ടും എന്തുകൊണ്ട് EDക്കും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ കത്തയച്ചു, ഇൻകം ടാക്സിനൊക്കെ കത്തയച്ചു എന്ന് പറഞ്ഞ് മറുപടി കിട്ടാൻ വേണ്ടി 3 വർഷത്തോളം കാത്തിരുന്നു? ഇതാണ് ഞാൻ പറഞ്ഞത്. കേരള പോലീസ് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് വന്നിട്ടും അവിടെ ഒരു അലംഭാവം കാണുന്നു. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്നൊരു പണമാണെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ തരത്തിലാണോ കേരള പോലീസ് അന്വേഷിച്ചതെന്നുള്ളതാണ് ഗൗരവമായ ഒരു ചോദ്യം. ചില IPC ചില സെക്ഷനുകൾ പറഞ്ഞു ഈ കേസ് കള്ളപ്പണമാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം കേരള പോലീസിനില്ല, നിയമപരമായില്ല. കേരള പോലീസ് ഒരു മനോഹരമായ കുറ്റപത്രം, EDയുടെ കുറ്റപത്രമല്ല കേട്ടോ, മനോഹരമായ ഒരു കുറ്റപത്രം തൃശ്ശൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ആ കുറ്റപത്രത്തിൻ്റെ ഒരു കോപ്പി വേടിച്ചൊന്ന് വായിക്കണം. ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടാകില്ല. അത്രമാത്രം മനോഹരമായ ഒറ്റ പോയിന്റ് PMLA കോടതിയിൽ ED നൽകിയ ഒരു വെള്ളപൂശൽ എന്ന് പറയുന്ന ഈ കുറ്റപത്രം, ഈ കുറ്റമില്ലാത്ത കുറ്റപത്രം, ഈ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കില്ല. കാരണം കേരള പോലീസ് വളരെ മനോഹരമായ ഒരു കുറ്റപത്രം, അതാണ് ആ പറയുന്ന മറുപടി അങ്ങനെ തന്നെ
ഇന്നുണ്ട്. തൗഫീഖ്, ഇപ്പോഴും അദ്ദേഹം ഒരു വ്യക്തത വരുത്താൻ തയ്യാറാവുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്യാമായിരുന്നിട്ടും ഇത്തരത്തിൽ ഇൻകം ടാക്സിന് കത്തയച്ചു, ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്തയച്ചു, ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചു എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട കാര്യം എന്തിനാണ് ഈ സർക്കാരിനെ, എന്തിനാണ് ഈ പോലീസിനെ എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. അവിടെ നിങ്ങളുടെ നിഷ്കളങ്കത അതൊരു വലിയ ചോദ്യമായി തന്നെ, അത് പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ അവശേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇ ഡിയും ഇലക്ഷൻ കമ്മീഷനും ഇൻകം ടാക്സും അടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഒക്കെ തന്നെ കുഴലൂത്ത് നടത്തുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെയുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് ഈ ഇ ഡിയെ വിശ്വസിച്ച് ഞങ്ങൾ 3 വർഷം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ അതിലെ ചില പ്രായോഗികമായി പരിശോധിക്കുമ്പോൾ അതിലെ ചില വ്യത്യാസങ്ങൾ, അതിലെ ചില അതുമായി ബന്ധപ്പെട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് തുറന്നു കാട്ടേണ്ടതായി വരും. ഇവിടെ പ്രധാനപ്പെട്ട ഈ SCP VK രാജു വളരെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, എവിടെ എത്ര പണം പോയി, എങ്ങനെ പോയി, എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഇടിക്ക് കൈമാറിയിരുന്നു, കൃത്യമായി കൈമാറിയിരുന്നു, കോടതിയിലും കൈമാറിയത്. പക്ഷേ ഒരു പോയിന്റ് പോലും ഈ കുറ്റപത്രത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അതെല്ലാം തെറ്റാണ് എന്നൊന്ന് മെൻഷൻ ചെയ്ത് പോകാൻ പോലും ഇടിക്ക് കഴിയാതെ വരുമ്പോഴാണ് ഈ മംഗളപത്രം നൽകുന്നതിനെ കുറിച്ച് കൂടുതൽ സംശയം വരുന്നത്. വേറൊന്നുമല്ല, നന്ദുവിൻ്റെ ഈ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ മതി. എൻ്റെ പ്രസക്തമായ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൊടകര കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനോ BJPയുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിനോ നേരിട്ടോ അല്ലാതെയോ ആ വാക്ക് ഞാൻ ഉറപ്പിക്കുകയാണ്, നേരിട്ടോ അല്ലാതെയോ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇനി CPM തീരുമാനിച്ചതുപോലെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി തീരുമാനിച്ചതുപോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേരെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ, 1-2 പേരെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ കേസിൽ നിങ്ങൾ പ്രതിയാക്കാൻ ആദ്യം, അല്ലെങ്കിൽ ആ കേസിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് പോലീസ് ആദ്യം ശ്രമിച്ചിട്ടുള്ള KK അനീഷ് കുമാർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയുടെ പ്രസിഡന്റ്, അന്ന് അദ്ദേഹം മത്സരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ ആദ്യം ഇതിനകത്ത് പരാമർശിക്കുകയും പിന്നീട് നീക്കം ചെയ്യേണ്ടി വന്നു. കാരണം അദ്ദേഹം ആ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്നതുകൊണ്ട് മാത്രം, 10 പേര് കാണുന്ന ഒരു യോഗത്തിൽ അദ്ദേഹം നിന്നു എന്ന് അഡ്വക്കേറ്റ് കൂടിയായ അദ്ദേഹം തെളിയിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ പിൻവലിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ പർപ്പസ്ഫുള്ളായി BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇവരെ എങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ തേജോവധം ചെയ്യാം, എന്ത് തറവേലയും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു സർക്കാരിനും അതുപോലെ തന്നെ ഒരു സർക്കാരിൻ്റെ സംവിധാനത്തിനും നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ കേസിലെ ബാക്കി കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല. BJPയുടെ നേതാക്കന്മാരുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേസിൻ്റെ ബാക്കി കാര്യങ്ങളിലൊന്നും ആ നാൾവഴികളിലൊന്നും മാറ്റം വന്നിട്ടില്ല. അപ്പം നിങ്ങൾ പർപ്പസ്ഫുള്ളായി എടുത്ത് ഫിറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ പേരുകളിൽ കൃത്യമായി നിങ്ങൾ ആരോപിച്ച കാര്യങ്ങളോ നിങ്ങൾ എഴുതി ചേർത്ത കാര്യങ്ങളോ നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി സാധിച്ചില്ല. എന്തായാലും കേന്ദ്രം CPM നേതാക്കൾക്കെതിരെയും പോലീസ് BJP നേതാക്കൾക്കെതിരെയും എടുത്ത കേസുകൾ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുകയാണോ എന്നുള്ളൊരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. പവർ പോയിന്റ് പൂർണ്ണമാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ തൗഫീഖ് രാജൻ, ഒപ്പം തന്നെ ശ്രീ നന്ദു, ശ്രീ M ബഷറുള്ള 3 പേർക്ക് നന്ദി. പവർ പോയിന്റ് പൂർണ്ണമാകുന്നു. ജയ്.